അടുത്ത ദേശീയ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നടൻ. മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. ബെസ്റ്റ് ആക്ടർ അവാർഡ് പിണറായി വിജയന് തന്നെയായിരിക്കും. പുതിയ സിനിമ ഇറങ്ങുന്നു, പിണറായി ദ ലെജൻഡ്. എല്ലാവരും കാണണം. പുതിയൊരു ഡോക്യുമെൻ്ററി പിണറായി പറ്റി ഇറങ്ങുകയാണ്. പിണറായി ദ ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഇറങ്ങുന്നത്. എന്തായാലും നടനുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേശീയ അവാർഡ് തന്നെ, ചലച്ചിത്ര അവാർഡ് തന്നെ നേടാൻ കരസ്ഥമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി തന്നെയായിരിക്കും അത് സിനിമയാക്കിക്കോട്ടെ. ഇപ്പോൾ തൽക്കാലം ഡോക്യുമെൻ്ററിയാണ്, എന്നാലും അടുത്തതായിട്ട് സിനിമയാക്കുന്നത് നന്നായിരിക്കും. 15 ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. ഇതെന്തായാലും ഈ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത് സെക്രട്ടേറിയറ്റ് അതായത് ഡോക്യുമെൻ്ററി സെക്രട്ടറീസ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്. ഇതൊരു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു വ്യക്തിപൂജയല്ല. പലപ്പോഴും പിണറായി വിജയന് വ്യക്തിപൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ദേശീയഗാനം, പിണറായിയുടെ തന്നെ ഒരു പ്രത്യേക ദേശീയഗാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. എന്തിന് അത് ദേശീയഗാനം തന്നെ ആക്കിയിരിക്കണം? കാരണം അത് വ്യക്തിപൂജയൊന്നുമല്ല. പിന്നെ പല പല പേരുകളുണ്ട്. കാരണഭൂതൻ, കപ്പിത്താൻ, പിന്നെന്തോ സഖാവ്, പിന്നെന്തൊക്കെയായിരുന്നു, പിന്നെ സൂര്യൻ, തിളങ്ങിയിരിക്കുന്ന സൂര്യൻ. ഇപ്പം അതാ പുതിയതായിട്ടൊരു പേരും കൂടി ഇട്ടിട്ടുണ്ട്, കർമ്മയോഗി. അപ്പം ഇത്തരത്തിലുള്ള പേരുകളും ഇപ്പം അതാ ലെജൻഡ് ആക്കിയിരിക്കുകയാണ്. പുതിയത് പിണറായി വിജയൻ്റെ പുതിയ ഇതാണ്, ലെജൻഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി ഒക്കെ നിർമ്മിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ എടുത്താണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരാളും ഞങ്ങൾക്ക് തന്നെയല്ല. 15 ലക്ഷം രൂപയാണ്. സംവിധായകരൊക്കെ റെഡിയായി. എന്തായാലും ഇനിയിപ്പോൾ അത് ഉടനെ പുറത്ത് വിടുന്നതായിരിക്കും. അത് വമ്പൻ ഹിറ്റാവും എന്ന് പറഞ്ഞ പോലെ വമ്പൻ ഹിറ്റായിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരിക്കും. പണ്ട് BBC ഒന്നും പുറത്ത് വിട്ട ഡോക്യുമെൻ്ററി പോലൊന്നുമല്ല ഇത്. അതിലും വലിയ വമ്പൻ ഹിറ്റായിരിക്കും. കാരണം ഇന്നത്തെ ഒരു ദിവസം ആ ഡോക്യുമെൻ്ററി മറക്കാൻ പറ്റത്തില്ല. അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. TPയുടെ വധക്കേസും 51 വെട്ടും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. കാരണം ഈ ഡോക്യുമെൻ്ററിയിലെ പ്രധാന ഹിറ്റ് ഭാഗമാണത്. ഒരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയത്തില്ലേ, ചില ഭാഗങ്ങളൊക്കെ വരത്തില്ലേ ഡോക്യുമെൻ്ററിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനെ ഉജ്ജ്വലമായിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആകുമ്പോൾ പല രീതിയിലുള്ള ഡോക്യുമെൻ്ററികളൊക്കെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കലാപവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തികളെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻ്ററി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇതിപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി ആകുമ്പോൾ പിണറായി വിജയൻ്റെ കഥകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് TPയുടെ 51 വെട്ടും. ആ 51 വെട്ടും കൂടെ ഒന്ന് കയ്യിൽ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജനങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. എന്തായാലും ഇതൊരു വലിയ വിമർശനങ്ങളിലേക്കാണ് പോകുന്നത്. നേരത്തെ ദേശീയഗാനം പിണറായിയുടെ വ്യക്തിപൂജയല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനാ ഗീതമൊക്കെ ഇറങ്ങിയിരുന്നു. എനിക്കത് പാടാനൊന്നും എനിക്കറിയില്ല, ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. പലപ്പോഴും ഇങ്ങനെ സൂര്യനാണ്, തിളങ്ങി നിൽക്കുന്ന സൂര്യനാണ്, ഇപ്പോൾ കർമ്മയോഗിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂജിച്ച് ഒരാൾ ദൈവമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ LDF സർക്കാർ. ഫുള്ള് CPM-ഉം CPI എല്ലാം കൂടെ പിണറായി ഇങ്ങനെ ഒരു ആൾ ദൈവമാക്കിക്കൊണ്ടിരിക്കുക. അസാധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം സാധിക്കുന്നത്. കാരണം അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭരണരംഗത്തേക്ക് വന്നത്. TPയെ 51 വെട്ടല്ല, അതിനപ്പുറം വെട്ടിക്കൊണ്ട് വെട്ടിയ ആ ചോരയിലൂടെ ഒഴുകിയെത്തിയ ഒരു ഭരണമാണ് ഈ ഒരു LDF സർക്കാരിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് തന്നെയായാലും ഡോക്യുമെൻ്ററി ഒക്കെ പുറത്തിറങ്ങട്ടെ, നമുക്കും കാണാം. കാരണം ഒരുപാട് കാര്യങ്ങൾ സർക്കാർ പറയുന്നത്, ഒരുപാട് അവർ ചെയ്ത കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ഭരണത്തിരുന്നു കൊണ്ട് ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും ഒക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരമുണ്ട്, മുനമ്പം വിഷയമുണ്ട്, പല CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരടക്കം നേരത്തെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരമുണ്ട്. പിന്നെ പലവിധ സമരങ്ങളുണ്ട്. പല ആൾക്കാരെയും കൊലപാതകങ്ങളും കൊന്നും എടുത്തും നേടിയെടുത്ത ഭരണത്തിൻ്റെ പല കൊലപാതക രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഈ ഒരു 9 വർഷത്തെ 2 കാലയളവിലെ ഇവരുടെ ഭരണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും. പിന്നെ ഭരണ പരിഷ്കാരങ്ങൾ വരുമ്പോൾ വല്ല ഹൈവേ ഒക്കെ കാണിക്കുമായിരിക്കും. ഹൈവേ, പിന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും. ഇന്നലെ ഞാൻ ചെയ്തിരുന്നു ആക്കുളം കായലിൻ്റെ ദുരവസ്ഥ. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. പിന്നെ വെട്ടുപിടിച്ച് മുതലാളിമാർക്ക് കൊടുത്തിട്ടുള്ള വസ്തുവകകൾ, ഇതൊക്കെ കാണിക്കേണ്ടിയിരിക്കും. ഞാൻ ഇന്നലെ ഒരു ആക്കുളം കായലിനെ പറ്റി ഒരു വീഡിയോ ഇത്തരത്തിൽ ഞാൻ ഇതിനകത്തൂടെ തന്നെ ഈ ഒരു
ചാനലിൽ കൂടി ഞാൻ വിട്ടിരുന്നു. അത് തന്നെ 245 ഏക്കർ സ്ഥലമുള്ള ആക്കുളം കായൽ ഇപ്പം 145 ഏക്കറേ ഉള്ളൂ. 100 ഏക്കറൊക്കെ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ കൂടി പലർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇങ്ങോട്ട് അറിയാം, ഈ ബൈപ്പാസിൻ്റെയൊക്കെ കാര്യം, ഹൈവേ നിർമ്മാണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വൻകിട മുതലാളിമാരാണ് അപ്പുറം ഇപ്പുറം ഒക്കെ കയറി ബിൽഡിങ്ങും ഫ്ലാറ്റും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ആ റവന്യൂ വകുപ്പിൻ്റെ രീതിയിലുള്ള പോകുന്നേ അങ്ങനെ വരും. ഇനി കടൽ കൊള്ളയുടെ പേര് പറയുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കും. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കൂടെയുള്ള കുറേ തീരദേശവാസികളുണ്ട്, അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പം പിന്നെ പോലീസുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ കൊന്നും വെട്ടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ലഹരി വിരുദ്ധ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇനി ഈ പറഞ്ഞതുപോലെ മാലിന്യ പ്രശ്നങ്ങൾ, അതായത് ഞങ്ങൾ നഗരവൽക്കരിക്കുന്നു, ഞങ്ങളുടെ സ്മാർട്ട് റോഡുകൾ. ഇന്നലെ മെനഞ്ഞാന്നൊരു മഴ പെയ്തപ്പം ഞാൻ കണ്ടതാണ് ഒരു വാർത്തയിൽ, മഴയിൽ മുങ്ങി ഇങ്ങനെ ആൾക്കാർ മുട്ടിഞ്ചോളം വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്, ഒഴുകി ഇനി ഒരു ബോട്ടും കൂടെ പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിൽ ഇടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റി ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് റോഡുകൾ, സ്മാർട്ട് സിറ്റിയുടെ ഡെവലപ്മെൻ്റ് ഒക്കെ ഇന്ന് മെനഞ്ഞാന്നത്തെ മഴയിൽ ഞാൻ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ മഴ വരുമ്പം, നമ്മളുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മഴക്കാലം വരുമ്പം ബോട്ട് വേണം, മഴക്കാലം ഇല്ലാത്തപ്പോൾ ബോട്ടൊന്നും വേണ്ട, പിന്നെ അവിടെ വെള്ളത്തിനാണ് കിടന്നാടി. അപ്പം ബോട്ടുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. നമ്മൾ പണ്ടൊക്കെ പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പം കണ്ടിട്ട്, ചില രാജ്യങ്ങളുടെയൊക്കെ ഇടയിലൂടെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ബോട്ട് യാത്രയിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇരുവശത്ത് സിറ്റികളും ഒക്കെ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ ഇനിയിപ്പം ചെറിയ കുഞ്ഞു ബോട്ടുകൾ ഓരോരുത്തരും കരുതി വെച്ചിരിക്കണം. മഴക്കാലം ആകുമ്പോൾ ബോട്ട് നിരത്തിലിറക്കണം, വേനൽക്കാലം ആകുമ്പോൾ കാറുകളും ബൈക്കുകളും നിരത്തിലിറക്കണം. അപ്പോൾ ഈ 3 വാഹനങ്ങളും നമ്മളുടെ ഓരോ വീട്ടിലും കരുതി വെക്കണം. ഇനി പിണറായി സർക്കാർ ഇനി അടുത്തതായിട്ട് ഓരോ വീടുകളിലേക്കും ബോട്ടുകൾ കൂടി നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അതിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവരുടെ ഒരു എടുത്തു പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, സ്കൂളുകളുടെ ആയാലും പല കാര്യങ്ങളും എടുത്തു പറയുന്ന കാര്യങ്ങൾ കാണുമല്ലോ. ഇവർ നേടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് ഏതൊക്കെ തരത്തിലാണ് മുഖ്യമന്ത്രി വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം എടുത്തു പറയേണ്ടതായിട്ട് വരും. പിന്നെ അവർ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ, കൊലപാതകങ്ങൾ, ലഹരിവേട്ട കേസുകൾ, പിന്നെ PSC നിയമനങ്ങൾ, പിന്നെ ബാക്കിൽ കൂടെയുള്ള നിയമങ്ങൾ, മുമ്പിൽ കൂടെയുള്ള നിയമനങ്ങൾ, പിന്നെ എന്ന് വേണ്ട അഴിമതിയുടെ ഒരു കൂമ്പാരം കൂടി ഈ ഡോക്യുമെൻ്ററിക്കകത്ത് കാണിച്ചിരുന്നതാണ്. എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നേരായ രീതിയിൽ ഇവരെന്തൊക്കെ നിർമ്മിച്ചു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടെ കാണിക്കണം. കാരണം ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് ചെറിയൊരു കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള, ചിലയിടത്ത് ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ നിർമ്മിക്കും. ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിട്ട് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, ഒരു വീടിൻ്റെ ടെറസ് മൊത്തം ഷീറ്റ് ഇടാൻ 1 ലക്ഷം രൂപയെ ചിലവുള്ളൂ. ഒരു 1000-1300 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മൊത്തത്തിൽ ഷീറ്റ് ഇടാൻ എത്ര പറയുന്നത്, 1 ലക്ഷം, 1.25 ലക്ഷം. അപ്പോൾ എല്ലാം ഒരുമാതിരി 10 മീറ്ററോ അല്ലെങ്കിൽ 10 മീറ്റർ പോലും കാണത്തില്ല, എത്ര അടി കാണും, ഇത്ര അടി ഒരു ബസ് സ്റ്റോപ്പിനെയൊക്കെ ഷീറ്റ് ഇടാൻ എഴുതി വെച്ചേക്കുന്ന കണക്കുകളുടെ നിലവാരം ഒന്നാണ് 5 ലക്ഷം ഇത്. പിന്നെ KSRTCയുടെ ശമ്പളവും അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികളൊക്കെ വേറെ. അപ്പം ഇവരൊക്കെ ഈ പദ്ധതികളുടെയൊക്കെ ലിസ്റ്റിലുള്ള പിണറായി ചെയ്തിട്ടുള്ള നന്മ കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി ആയിരിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് വരുന്നത്. അപ്പം ജീവചരിത്രം മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒറ്റ ഡോക്യുമെൻ്ററിലൊന്നും തീരത്തില്ല, അതിനപ്പുറം പോവും. പിന്നെ എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിന് കൊടുത്തത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പിണറായി എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം അത് ശരിക്കുമുള്ള ജീവിതം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം മുതൽ എങ്ങനെയായിരുന്നു, ഏത് തറവാട്ടുകാരായിരുന്നു, ഏത് രീതിയിൽ ജീവിച്ച് ഏത് രീതി വളർന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അത്തരത്തിലുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഒരു വ്യക്തത വന്നേനെ. കാരണം നമുക്കറിയാം എങ്ങനെയാണ് അവർ തുടക്കമിട്ടത്, അവരുടെ ജീവിതം. ഒരു വ്യക്തിയുടെ ഒരു ഡോക്യുമെൻ്ററി ആകുമ്പം ഒരിക്കലും പിണറായി ചെയ്ത സർക്കാരിൻ്റെ ഡോക്യുമെൻ്ററി ആയിരിക്കരുത്, അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡോക്യുമെൻ്ററി കൂടിയായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഉയർന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, മക്കൾ, അദ്ദേഹം എവിടെയായിരുന്നു വളർന്നത്, ജനിച്ചത്, പിന്നെ എങ്ങനെ ഉയർന്നു, ഇപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി ജനങ്ങളെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. എന്തായാലും വ്യക്തിപൂജയും ആൾദൈവ പൂജയൊക്കെ കേരളത്തിൽ
പാർട്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുമ്പോൾ അതിശയമല്ല. ഇപ്പം അതിശയമൊന്നും തോന്നാറില്ല, സ്വാഭാവികം. കാരണം ഒരാളുടെ കുടക്കീഴിൽ ഇപ്പം നിൽക്കുകയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് മാറ്റിയിട്ട് പിണറായി വിജയൻ്റെ ഒരു പ്രത്യേക പാർട്ടിയായിട്ട് രൂപീകരിക്കുന്നത് നന്നായിരിക്കും. കാരണം പല ആശയങ്ങളും വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഡോക്യുമെൻ്ററിയൊക്കെ പുറത്തോട്ട് വരട്ടെ. അതിനെന്തായാലും വലിയ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോക്യുമെൻ്ററി വമ്പൻ ഹിറ്റാവും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത ദേശീയ പുരസ്കാരമൊക്കെ നേടാൻ സാധ്യതയുണ്ട്.